ഒഴിഞ്ഞിരുന്ന 6 കൽഭരണികളെ നിറച്ചുകൊണ്ട് ക്രിസ്തു തൻ്റെ അത്ഭുതങ്ങളുടെ തുടക്കം കുറിക്കുകയാണ്. നമ്മളുടെ ജീവിതം തന്നെയല്ലേ ഈ ഒഴിഞ്ഞ കൽപാത്രമെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അഹങ്കാരവും സ്വാർത്ഥതയും ജഡീക മോഹങ്ങളും മദ്യപാന ആസക്തികളും പരസ്പരമില്ല സ്നേഹമില്ലായ്മയും കരുതലില്ലായ്മയും അസൂയയും കോപവുമൊക്കെ നിറച്ച് നമ്മളുടെ ജീവിതമാകുന്ന പാത്രങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അവസരം നൽകാതെ നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും സഹോദരനിൽ നിന്നും അകറ്റുന്ന ഈ നിറവിൻ്റെ അനുഭവത്തെ ഒന്ന് മാറ്റിയിട്ട് അവിടെ ദൈവസ്നേഹത്തിന് അവസരം കൊടുക്കണമെന്ന് തന്നെയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഈ വലിയ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറയ്ക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധമായ കുംഭസാരത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ഉള്ളിലെ തിന്മകളെ ഏറ്റുപറഞ്ഞ് അതൊന്ന് മാറ്റി ദൈവസ്നേഹത്തിൽ ഹൃദയം നിറയ്ക്കുന്ന വലിയ കൂദാശയാണ്. നോമ്പും പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ നോമ്പിനും വെളിച്ചമാകട്ടെ, നമ്മുടെ ആത്മീകവും ഭൗതികവുമായ ജീവിതത്തിന് തെളിച്ചമാകട്ടെ എന്ന് ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് യേശു തമ്പുരാൻ തൻ്റെ അത്ഭുതം പ്രവർത്തിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെയേറെ ശ്രദ്ധേയമാണ്. ഒരു വിവാഹത്തിൻ്റെ തുടക്കത്തിലാണ് ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇത് വലിയ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ കുടുംബബന്ധങ്ങളുടെ പ്രാധാന്യം പറയുന്ന ഒരു ഉപമയിൽ പറയുന്നുണ്ട്. കുടുംബബന്ധം ആഴത്തിൽ മണ്ണ് മാന്തി പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യമാണ് എന്നാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ വചനത്തിൽ അടിസ്ഥാനമിടുന്ന ഭവനങ്ങൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നും ആ ഉപമയിൽ പറയുന്നു. പ്രയാസങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും കുറവുകളും ഒക്കെയും കുടുംബജീവിതത്തിലുണ്ടായേക്കാം. അവിടെയൊക്കെ നമ്മൾ നോക്കേണ്ടുന്നത് ക്രിസ്തുവിൻ്റെ മുഖത്തേക്കാണ്. ക്രിസ്തു സാന്നിധ്യം നമ്മുടെ കുടുംബത്തെ കൂടുതൽ വെണ്മയും കൂടുതൽ സ്നേഹവും കൂടുതൽ അടുപ്പവുമുള്ളതാക്കി തീർക്കാറുണ്ട്. കഴിഞ്ഞ ദിവസത്തിലെ പത്രങ്ങളിലൊക്കെ കാണുവാനിടയായി സ്നേഹമെന്ന് പറയുന്നത് 5-6 വർഷങ്ങൾക്ക് ശേഷം അത് കുറഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് എന്ന് പ്രത്യേകമായിട്ട് വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് മുന്നോടിയായിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടു. എന്നാൽ ഈ കാനാവിലെ കല്യാണത്തിൽ ഒരു വാക്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവസാനത്തോളം നല്ലത് കരുതുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഒരേ സ്നേഹവും കരുണയും കരുതലും വിതറി നൽകുന്നവനാണ് ക്രിസ്തു സാന്നിധ്യമെന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഒരുപക്ഷെ പ്രയാസങ്ങൾ കാണാം, പ്രതിസന്ധികൾ കാണാം, ഒരുപക്ഷെ തകർച്ചയെ മുന്നിൽ കാണുന്ന, ഇനി മുമ്പോട്ട് എങ്ങനെയെന്നറിയാൻ വയ്യാത്ത, ജീവിതത്തിന് ഒരു ഉത്തരവും കിട്ടാത്ത അനുഭവത്തിൽ കൂടിയൊക്കെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടാകാം. ഈ നോമ്പിൻ്റെ തുടക്കം നിങ്ങളെ മാടി വിളിക്കുകയാണ് ക്രിസ്തു സ്നേഹത്തിലേക്ക്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അവിടെ പരാജയങ്ങൾ മാറുകയാണ്, അവിടെ ദുഃഖങ്ങൾ മാറുകയാണ്, അവിടെ ശാശ്വതമായ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയാണ്. നിന്റെ പരാജയത്തിലും നിന്റെ വേദനയിലും നിന്റെ കൂടെ നിൽക്കുവാൻ കഴിവുള്ളവനാണ്. നമ്മളുടെ കൂടെ നിൽക്കുവാൻ കഴിവുള്ളവനാണ് ക്രിസ്തു. ആ ക്രിസ്തു സ്നേഹം ഈ വലിയ നോമ്പിൽ നമുക്ക് അനുഭവിക്കാം. ആയിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.